ഈ കോടതിയുടെ മുന്നിലെത്തുന്ന തെളിവുകളെ ആസ്പദമാക്കിയാണല്ലോ വിധി ഉണ്ടാവുക. ആരാണ് കുറ്റക്കാർ, കുറ്റവിമുക്തർ എന്നൊക്കെ തീരുമാനിക്കപ്പെടുക. അങ്ങനെയെങ്കിൽ കോടതിക്ക് നേരെ അല്ലല്ലോ നമ്മൾ ചോദ്യം ഉയർത്തേണ്ടത്. അന്വേഷിച്ചവർക്കെതിരെ ആ വഴി ശരിയായിരുന്നു, തെളിവുകൾ ശേഖരിക്കപ്പെട്ടത് കൃത്യമായിരുന്നു. കേസ് അന്വേഷണത്തിൽ പാളിച്ച ഉണ്ടായെന്നല്ലേ വ്യക്തമാകുന്നത്? തീർച്ചയായിട്ടും ഇവിടെ ഒരു വലിയതെന്ന് വെച്ചാൽ ഈ ഇര എന്ന് പറയുന്ന കുട്ടിയും ദിലീപ് എന്ന് പറയുന്നതും ഞാനുമായി ബന്ധപ്പെട്ട ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ്. ആദ്യം മുതലേ ഞങ്ങളെല്ലാം ഇരയോടൊപ്പം തന്നെയാണ്. തുടക്കം മുതൽ 2017 തൊട്ട് ഞാൻ ചാനൽ ചർച്ചകളിൽ വരുമ്പോഴും ഇരയോടൊപ്പമാണ്. അന്ന് ദിലീപ് ഉൾപ്പെടെ ഇരയോടൊപ്പം തന്നെയാണല്ലോ ഒരു വേദിയിൽ പ്രസംഗിച്ചതുമല്ല. പിന്നീട് മഞ്ജു വാര്യരാണ് ഇതിൻ്റെ പിന്നിലെ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ ആ ഗൂഢാലോചനയുടെ പിന്നിൽ ആരെന്ന് തപ്പിപ്പോകാതെ ദിലീപിൻ്റെ പുറകെ പോയതിലാണ് പോലീസിന് പറ്റി വലിയൊരു പാഴ്ച. ജനങ്ങളും അത് വിശ്വസിച്ചു, നമ്മളും എല്ലാം വിശ്വസിച്ചു എന്ന് തന്നെയാണ് സത്യം പറഞ്ഞാൽ. കാരണം നമുക്കൊക്കെ കേട്ടറിവുകളിൽ കണ്ടറിവില്ല. ദിലീപ് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടിരിക്കുന്ന കാലം മുതലുള്ള ബന്ധം എനിക്ക് അതിജീവിതമായിട്ട് ഒരു ബന്ധവും ഇല്ല കേട്ടോ. പക്ഷേ ദിലീപ് എൻ്റെ ആയുഷ്കാലം എന്ന് പറഞ്ഞ സിനിമയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വരുമ്പോഴാണ് ഞാൻ പരിചയപ്പെടുന്നത്. കമലിൻ്റെ സിനിമയായിരുന്നു. പിന്നീട് കുറേ എൻ്റെ സിനിമകളിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ദിലീപ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കര കാലിബറുള്ള, ഭയങ്കര ഹ്യൂമർ സെൻസുള്ള അയാൾ. പിന്നീട് നായകനായിട്ട് അഭിനയിച്ചപ്പോൾ ഞങ്ങൾ തന്നെ അദ്ദേഹത്തെ മുകേഷിനോടൊപ്പം ഇക്വലൻ റോള് കൊടുത്തിട്ട് തെക്കേക്കര സൂപ്പർ ഫാസ്റ്റ് ആ പടം ഇറങ്ങാൻ 7 വർഷം താമസിച്ച കാരണം പാളിച്ച പറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള ബന്ധമുള്ള ദിലീപ് ഇത് ചെയ്യുമോ എന്ന് ഞങ്ങൾക്ക്, കാരണം ഞങ്ങളോടൊക്കെ പെരുമാറുന്ന അനുസരിച്ചാണല്ലോ, നമ്മളോട് എങ്ങനെയാണ് ഒരു വ്യക്തി അതിനനുസരിച്ചാണല്ലോ നമുക്ക് പറയാൻ പറ്റുക. പക്ഷേ മഞ്ജു വാര്യർ ഗൂഢാലോചന പറഞ്ഞപ്പോൾ പോലീസ് ചോദിക്കണമായിരുന്നു എന്താണ് അങ്ങനെ സംശയിക്കാനൊരു കാരണം എന്ന് ചോദിക്കാതെ ദിലീപിൻ്റെ പുറകെ പോയെടുത്ത് ഈ കേസ് എങ്ങും എത്തില്ല. ഈ പറഞ്ഞ പോലെ 8 വർഷം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് നീതി കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിനെ എത്രത്തോളം ബാധിച്ചു. അതുപോലെ തന്നെ 8.5 വർഷം അതിജീവിതയും ഒരുപാട്, ഇന്നും ഞാൻ അറിഞ്ഞത് അതിജീവിത ഭയങ്കര ഡെസ്പാണെന്നാണ് അറിഞ്ഞത്, തകർന്നിരിക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ അതിജീവിതയ്ക്ക് ഉറപ്പുണ്ടോ ഇത് ദിലീപാണെന്ന്? അതറിയില്ല. ഇവിടെ നോക്കൂ, നമ്മുടെ കോടതിയെ സംബന്ധിച്ചോളം തെളിവുകളാണ് വേണ്ടത്. തെളിവുകളുണ്ടോ ഇല്ലയോ? ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇവിടം കൊണ്ട്, നമ്മുടെ നാട്ടിലെ ഇതനുസരിച്ച് ഈ കേസ് ഇവിടം കൊണ്ട് അവസാനിക്കില്ല. ഇനി ഹൈക്കോടതി പോകും, അതിനുശേഷം സുപ്രീം കോടതി പോകും. അന്തിമ വിധി എന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം ഉണ്ട്. നമ്മുടെ നീതി ദേവത ഇപ്പോൾ കണ്ണിലെ കെട്ടെല്ലാം അഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അന്തിമ വിധി അനുകൂലമായി വരട്ടെ ആ കുട്ടിക്കാണെങ്കിൽ, അല്ലെങ്കിൽ ദിലീപിനായിട്ട്. എന്തായാലും ഈ കേസ് ഇനിയും പോകും. രണ്ടുപേരും ഉന്നതരാണ്, രണ്ടുപേരും സാമ്പത്തികമായും മുന്നോക്കം നിൽക്കുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനോടൊപ്പം ജീവിതം നഷ്ടപ്പെട്ട കുറേ പേരെ നമ്മൾ മറക്കാൻ പാടില്ല. WCC എന്ന് പറയുന്നതിൽ വന്ന, ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വന്ന കുറേ അവസരം നഷ്ടപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ കുറേ ആൾക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ദിലീപായാലും 8.5 വർഷം എന്ന് പറയുന്നത് നിസ്സാര ഒരു പീരീഡല്ല ഒരു ലൈഫിൽ. അദ്ദേഹത്തിൻ്റെ ഏജും അതുപോലെ നായികയുടെ ഏജും എന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ 8.5 വർഷം നല്ലൊരു ഇതവർക്ക് നഷ്ടപ്പെട്ടു. ഇവിടെ പറ്റിയൊരു വലിയ പാളിച്ച എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വരുന്നതെല്ലാം വിശ്വസിച്ച് അതിൻ്റെ പുറകെയൊക്കെ പോയി പലരും അന്വേഷിക്കാൻ. അങ്ങനെ പോകാതെ പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും 10,000 രൂപ പോലും തികച്ച് കണ്ടിട്ടില്ലാത്തൊരു പൾസർ സുനി ലക്ഷങ്ങൾ ബാക്കിയുള്ളവർക്ക് കൊടുത്ത് 5 പേർക്കും കൂടെ കൊടുത്തിട്ട് ഒരു പീഡിപ്പിക്കാനായിട്ട് വരുന്നൊന്നും നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. ഒരു പക്ഷേ ഗോവയിൽ വെച്ചാണ് ഇതന്ന് സംഭവിച്ചിരുന്നെങ്കിൽ പൾസർ സുനി എന്ന ഡ്രൈവറെ അറിയാമെന്നുള്ളതുകൊണ്ട് ആ കാറിൽ കയറിയിരുന്നെങ്കിൽ ചിലപ്പോൾ വഴിയിൽ വെച്ച് ആ കുട്ടിയുടെ ജീവഹാനിക്ക് വരെ സംഭവിക്കാമായിരുന്നു. ഇത് ഹൈവേയിൽ കൊച്ചിയിൽ തിരക്കുള്ള സ്ഥലത്ത് വെച്ചൊക്കെ ആയതുകൊണ്ടാണ് രക്ഷപ്പെട്ടതെങ്കിലും കേൾവിയില്ലാത്ത ഒരു പെൺകുട്ടിയും പുറത്ത് പറയാൻ പറ്റാത്ത അസഹനീയം എന്ന് തന്നെ പറയാമെന്ന് ഞങ്ങളുമൊക്കെ വേദനിച്ചതാണ്. അമ്മ പെങ്ങന്മാരുള്ളവർക്ക് വേദനിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിപ്പോയി അത് എന്നുള്ളത്. പക്ഷേ അതിൽ ദിലീപ് ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ആരും ആളല്ല. അന്നും ഞാൻ പറഞ്ഞു ദിലീപ് ആണെങ്കിൽ ഏറ്റവും നല്ല ശിക്ഷ കൊടുക്കണം. കാരണം എന്താണ്, അദ്ദേഹം ഒരു ജനപ്രിയ നായകനാണ്, ജനങ്ങൾക്ക് സിനിമയിലൂടെ സന്ദേശം നൽകേണ്ട ഒരാളാണ്. പക്ഷേ ദിലീപ് അല്ല എന്നത് ഇന്നിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നു. ഇനിയും അന്വേഷണം പോകുമ്പോൾ ദിലീപിൻ്റെ പുറകെ പോകാതെ നിങ്ങൾ ഏതാണ് അവർ പറഞ്ഞവരോടൊക്കെ പൾസർ സുനി ഒരിക്കലും ദിലീപിൻ്റെ പേര് മൊഴികളിൽ പറഞ്ഞിട്ടില്ല, ചാനലുകളിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പൾസർ സുനി ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ പൾസർ സുനിയുടെ ബാങ്കിൽ എങ്ങനെ ഇത്രയും പൈസ വന്നു, അതെല്ലാം അന്വേഷിക്കണം. അതിനെല്ലാം അന്വേഷിക്കാൻ നമുക്ക് നിയമങ്ങളുണ്ട്. പോട്ടെ, ഇന്നും ഈ കോടതിയിൽ ഇത്രയും വിധി വന്നിട്ട് ആ കോടതിക്കകത്തിരുന്ന ഹാഷ്ടാഗ് അത്രയും വീഡിയോസ് ലീക്കായതിനെക്കുറിച്ചൊന്നും ആരും പറയുന്നില്ല. ഇതെല്ലാം അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഇനി ദിലീപ് ഏതറ്റം വരെയും പോകുന്നുള്ളത് എപ്പോഴും ഏതൊരു പ്രതിഭാഗവും വാദിഭാഗവും ചെയ്യുന്നത് ദിലീപ് ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. ഇതിപ്പോൾ ഇന്ന് ദിലീപിനെ ശിക്ഷിച്ചിരുന്നെങ്കിൽ 100% ദിലീപായിരിക്കും മേൽക്കോടതി പോകേണ്ടത്. പക്ഷേ ഇന്നിപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞ് ഞങ്ങൾ
ഇരയോടൊപ്പമാണെന്ന് പറയുന്നു. എന്തായാലും ഇരുകൂട്ടർക്കായാലും ഞങ്ങൾ ഈ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. അത് ദിലീപ് ആവാതിരിക്കട്ടെ എന്ന് തന്നെയായിരിക്കുമല്ലോ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത്. കാരണം ഞങ്ങളുടെ ഇൻഡസ്ട്രിയിലുള്ള ഒരാൾ ആണെങ്കിൽ നല്ല ശിക്ഷ കൊടുക്കണം. എന്തായാലും ഇത് ഇന്നോ നാളെയോ തീരുന്ന കേസല്ല. ഇതിനിടയ്ക്ക് തന്നെ നമുക്കറിയാം PT ചാക്കോ അദ്ദേഹം അന്തരിച്ചു, നമ്മുടെ ബാലേന്ദ്രകുമാർ അന്തരിച്ചു. ഇനിയും ഈ കേസൊക്കെ വരുമ്പോൾ പലരും നമ്മൾ ഉൾപ്പെടെ ഒക്കെ ഉണ്ടാവുമെന്ന് പോലും നമുക്കറിയില്ല. നമ്മുടെ നാട്ടിലെ പല കേസുകളും അങ്ങനെയാണ്. അതുകൊണ്ട് ഈ അപൂർവങ്ങളിൽ അപൂർവമായ ചില കേസുകൾക്കെങ്കിലും ഒരു ടൈം ലിമിറ്റ് വയ്ക്കണമെന്ന് ഒരു അഭ്യർത്ഥനയും കൂടെ ഞാനിവിടെ പറയുകയാണ്.